ഹലോ കൂട്ടുകാരെ, നമ്മളൊക്കെയും സ്പിരിച്വൽ അവേക്കണിങ്ങിലേക്ക് വരുമ്പോൾ, ഒരു അസെൻഷൻ ജേർണിയിലേക്ക് വരുമ്പോൾ, ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഫേസിൽ വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അത് ഈവൻ കൗൺസിലിംഗ് സെഷൻസ് ആണെങ്കിലും ലൈവിലൊക്കെ ആണെങ്കിലും പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നർ വർക്ക്സ് ചെയ്യുമ്പം പെയിൻ കൂടുതലായിട്ട് വരുന്നതെന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ തരണമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അസെൻഷനിലേക്ക് വരുമ്പം എല്ലാവർക്കും അറിയാം, നമ്മുടെ സോൾ ലെവലിലേക്ക് കണക്റ്റ് ആവാനായിട്ടാണ് ഈ ഒരു ജേർണി തന്നിരിക്കുന്നത്. അതിപ്പം ഏതെങ്കിലും ഒരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണി ആണെങ്കിലും ട്വിൻ ഫ്ലെയിം ജേർണി ആണെങ്കിലും ഒക്കെ. അപ്പോൾ സോളിലേക്ക് കണക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് സോളിനെ അലൈൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു അവേക്കനിങ്ങിലാണെന്ന് അറിഞ്ഞ് നമ്മൾ ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേ ബി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജപമായിരിക്കും, അല്ലെങ്കിൽ യോഗ പ്രാക്ടീസുകളായിരിക്കാം, മെഡിറ്റേഷൻസ് ആയിരിക്കാം. ഒക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പല ഇഷ്യൂസ് സർഫേസിൽ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്? സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിവൈനിലേക്ക് അലൈൻ ആവാനായിട്ട്, അതായത് ആ ഒരു ലിബറേഷൻ്റെ അടുത്ത ലെവലിലേക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ, അതായത് അവേക്കനിങ് സ്റ്റാർട്ടായ സമയം തൊട്ട് നമ്മളെ യൂണിവേഴ്സ് അറിയിക്കുന്നു, നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലാണെന്ന് അറിയിച്ചപ്പോൾ തൊട്ട് നമ്മുടെ അതുവരെയുള്ള കർമ്മഫലങ്ങളെല്ലാം ഒറ്റയടിക്ക് നമ്മൾ ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്കെന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ പ്രോസസ്സ് ആണെങ്കിൽ പോലും ഡേ ബൈ ഡേ എവറി ഡേ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള കർമ്മഫലങ്ങൾ, അത് ഈ ജന്മത്തിലെ ആവാം, പാസ്റ്റ് ലൈഫുകളിൽ തൊട്ട് ഇതുവരെയുള്ള എത്രത്തോളം ഉണ്ടോ അതിനെയും അതിൻ്റെ കൂടെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പലതരത്തിലുള്ള ട്രോമാസിനെയുമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം സർഫേസിൽ കൊണ്ട് തന്ന് പെട്ടെന്ന് നമ്മളെ കൊണ്ട് യൂണിവേഴ്സായിട്ട് ക്ലെൻസ് ചെയ്യിക്കും നമ്മുടെ കർമാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേഷ്യൻസ് എത്രത്തോളം ഉണ്ട്, നമ്മൾ യൂണിവേഴ്സിൽ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയും ഈ ഒരു ഫേസിൽ നമുക്ക് ട്രിഗേഴ്സിൻ്റെ രൂപത്തിലൊക്കെയും യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി നമുക്കുള്ള ലൂപ്പെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നർ വർക്ക് ചെയ്യണമെന്നുള്ളത് ചോയ്സ് നമ്മളുടെ ആണെങ്കിൽ പോലും ഇങ്ങനത്തെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ട്രിഗേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഡിവൈൻലി ഗൈഡഡ് ജേർണി ആണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും നമ്മളുടെ ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കും. അതായത് ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസിൽ പിന്നെയും തിരിച്ചു പോകും, മാട്രിക്സിലേക്ക് പിന്നെയും കണക്റ്റ് ആവും. അതായത് മെറ്റീരിയലിസ്റ്റിക് വേൾഡിലുള്ള പല കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നർ വർക്ക് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അത് മേ ബി ഒരു 3 മന്ത്സിനാവാം, 6 മന്ത്സിനാവാം, 1 ഇയറിനാവാം, 1.5 ഇയറിനാവാം. ഇത്രയും നാൾ നമ്മൾ ആ പെയിനിൽ തന്നെ തുടരുകയും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ഇരിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് എല്ലാ സയൻസും നമുക്ക് തന്നിട്ടും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതിയിലില്ലെങ്കിൽ, ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ ജേർണിയിൽ ഒരു ഡിലേ വരുന്നത്. ഈ ഒരു ഡിലേ മാത്രമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജേർണിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് ഈ ഒരു ജേർണിയിൽ നമുക്ക് തരുന്ന എല്ലാ ടാസ്കുകളും നമുക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എല്ലാ ട്രിഗേഴ്സും നമുക്ക് ഫേസ് ചെയ്ത് അതിനെ ലെറ്റ് ഗോ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജിയാണ് നമുക്ക് ഔട്ടർ റിയാലിറ്റിയിൽ ആ ഒരു ട്രിഗറായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ്റെ സമയം പാറ്റേൺ വൈസാണ് നമ്മൾ ഹീലാവുന്നത്. അതായത് ഒരു പാറ്റേൺ ഹീലായി കുറച്ച് നാൾ നമ്മളൊന്ന് പീസ്ഫുൾ എനർജിയിലിരിക്കും, പിന്നെയും ഇംബാലൻസ് ആവും, പിന്നെയും ഇഷ്യൂസ് സർഫേസിൽ വരും. ഇതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻ്റ്ലി ആരാണോ വർക്ക് ചെയ്യുന്നത്, ആരാണോ ആ ഒരു അസെൻഷൻ ജേർണിയിൽ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്, അവരാണ് ഈ ജേർണിയെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്
അവർക്കാണ് ഈ ജേർണിയെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം മറ്റുള്ളവർക്ക് പറ്റില്ലേന്ന് ചോദിക്കുന്നവരോട് യെസ്, ആ ഒരു ലൂപ്പിൽ ഡിലേ ആവുന്നു എന്നാണ് പറഞ്ഞു വന്നത്, അല്ലാണ്ട് അത് പറ്റില്ല എന്നല്ല. എന്നാണോ നമ്മൾ അത്രയും ഫുൾ ട്രസ്റ്റോടെ പെയിൻ വന്നാലും നമുക്ക് പല പരീക്ഷണങ്ങൾ വന്നാലും കാര്യങ്ങൾ, അതായത് ഇന്നർ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അന്ന് മാത്രമേ നമ്മൾക്ക് ആ ഓരോ സൈക്കിൾസിനെയും ബ്രേക്ക് ചെയ്ത് ഈ ഒരു ജേർണിയിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ അത് സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയും ആവാം, ട്വിൻ ഫ്ലെയിം ജേർണിയും ആവാം, സോൾ ജേർണിയും ആവാം. ഏതൊരു അസെൻഷൻ ജേർണിയിലും മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തോ ഇത് പറയണമെന്ന് തോന്നി. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.